ചേനയുടെ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേന തന്നെ വേണം. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചേനയാണ് എടുക്കണമെങ്കിൽ അത്രയ്ക്ക് നല്ലത്. ഇനി ഇത് അരിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ രണ്ട് കൈയിലും വെളിച്ചെണ്ണ നന്നായിട്ട് പറ്റി കൊടുക്കുക. ഇങ്ങനെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചേന അരിയുമ്പോഴുള്ള ആ ചൊറിച്ചിൽ, കൈമയ്ക്കുണ്ടാവുന്ന ആ ചൊറിച്ചിൽ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും കേട്ടോ. എന്നാലും കുറച്ചൊക്കെ ചൊറിയും അവസാനമൊക്കെ ആകുമ്പോഴേക്കും വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ കൈമയ്ക്ക് ഇത് കഴുകുമൊക്കെ പോവുമല്ലോ, ചേന കഴുകുമൊക്കെ. അപ്പോൾ ഇത് ക്യൂബിൻ്റെ ഷേപ്പിൽ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഈ ചേന അരിയേണ്ടത്. ഇതിപ്പോൾ ഒരു 3 കപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി അവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു മൺചട്ടി എടുക്കുക, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം. അലുമിനിയത്തിൻ്റെ പാത്രത്തിനൊന്നും ഈ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഞാൻ ഈ മൺചട്ടിയിലോട്ട് 3 കപ്പ് ചേന ക്യൂബിൻ്റെ ഷേപ്പിൽ അരിഞ്ഞേക്കണത് ചേർത്തേക്കണം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 2 തണ്ട് കറിവേപ്പില ചേർക്കാം, ഉപ്പ് ആവശ്യത്തിന് 1 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. ഇനി 4 അങ്ങാടി മുളക്, 4 പച്ചമുളക്, അത് എരിവനുസരിച്ച് ചേർക്കാം. ഞാൻ ഒരു 4 or 5 ആയാലും കുഴപ്പമൊന്നുമില്ല. നല്ല എരിവുള്ളതാണെങ്കിൽ 3 എണ്ണമൊക്കെ ചേർത്താൽ മതി കേട്ടോ. അതും കൂടി ചേർത്ത് നടുവേ കീറിയത് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ ചേന മുങ്ങി കിടക്കുന്ന രീതിയിൽ, ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ചേന പെട്ടെന്ന് വേവും, പക്ഷെ നന്നായിട്ട് വേവുകയും വേണം. അപ്പോൾ ഈ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഈ മൺചട്ടി അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇത് വേവണ സമയത്ത് നമുക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയിൽ 1 കപ്പ് തേങ്ങ അരയ്ക്കാം. തേങ്ങയുടെ ഒപ്പം തന്നെ 4 കുരുമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ 4 കുരുമുളക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കൊന്നും വേണ്ട. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം, 1 കപ്പ് തേങ്ങയ്ക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കുക. നന്നായിട്ട് ഈ തേങ്ങ അരയണം. തേങ്ങ അരയാണ്ട് ഇങ്ങനെ കടന്നു കഴിഞ്ഞ് ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ടിത് അരച്ചെടുക്കാം. ഇനി നമ്മുടെ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണം, വെള്ളം വറ്റിപ്പോയിട്ടുണ്ടോയെന്ന്. ഒരു 10-15 മിനിറ്റ് വേണ്ടി വരുള്ളൂ ഈ ചേന വേവാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം, ഓവറായിട്ട് ഇളക്കി കൊടുക്കരുത്. അവസാനം ഈ വെന്ത് വരുന്ന പരിവാകുമ്പോൾ അത് ഉടഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് ഈ ചേന. എൻ്റെ കറക്റ്റായിട്ട് ഇതേ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി സ്പൂൺ കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഈസി ആയിട്ട് ഇതിങ്ങനെ കട്ടായിട്ട് പോണ്. അപ്പോൾ അതിനർത്ഥം ഇത് വെന്തുന്നാണ്. ഇനി ഇതിനത് കൂടുതലിട്ട് ഇളക്കി അത് ഉടച്ച് കളയരുത് കേട്ടോ. ഇനി നമ്മുടെ അരച്ച് വെച്ചേക്കണ തേങ്ങയുടെ അരപ്പ് ഇതിലോട്ട് ചേർക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം. 1 കപ്പ് വെള്ളം കൂടി ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ടുള്ളത് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കാം. ഒരു 3 മിനിറ്റ് ഇത് നന്നായിട്ട് തിളയ്ക്കാം. ഒപ്പം തന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ. ആ വെള്ള കളറൊക്കെ മാറിയിട്ട് നല്ല മഞ്ഞ കളറൊക്കെ ആയിട്ട് നന്നായിട്ട് ഇതേപ്പോൾ നന്നായിട്ട് യോജിച്ച് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി 3/4 കപ്പ് തൈര് ഞാൻ ഇതിലോട്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി ഇത് ചൂടാക്കാനോ തിളപ്പിക്കാനോ പാടില്ല. ജസ്റ്റ് ഒരു തിള വരുമ്പോൾ ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക, ഈ പാത്രം മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി പുളി വേണം എങ്കിൽ 1 കപ്പ് വരെ ചേർക്കാം ഈ തൈര്. ഒരുപാട് പുളി നമ്മുടെ ഈ കറിക്ക് ആവശ്യമില്ല. പിന്നെ ഉപ്പ് അതൊന്ന് നോക്കണം. ഈ തൈര് ചേർത്തതിന് ശേഷം ഉപ്പുണ്ടോയെന്ന് ഒരു പ്രാവശ്യം കൂടി നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. മാത്രമല്ല ഈ തൈര് ചേർക്കുമ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂറിന് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിൽ ആക്കിയതിന് ശേഷം അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഒരു പാൻ എടുക്കുക. ആ പാനിൽ ഒരു വലിയ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. ഇത് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കാം. ഈ കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പില ചേർക്കാം. ഈ കറിവേപ്പില ഒന്ന് വാടിയിട്ട് വരുമ്പോൾ അപ്പോൾ തന്നെ ഉലുവ 1/2 ടീസ്പൂൺ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലോട്ട് 2 വറ്റൽമുളക്, ഉണക്കമുളക് 2ആയിട്ട് കീറിയിട്ട് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേഗം തന്നെ ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഉലുവ ഒന്ന് വീർത്ത് വരണ കാണുമ്പോൾ പിന്നെ ഈ വറ്റൽമുളകും അങ്ങോട്ട് വേഗം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ കറിയിലോട്ട് നമുക്ക് കാച്ചി ഒഴിക്കാം. നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെക്കാൻ വേണ്ടിയിട്ട്
പാടില്ല, ആവി അടിക്കും. അപ്പോൾ കുറച്ച് പകുതി ഇങ്ങനെ മൂടി വെച്ചാൽ മതി. ഒപ്പം തന്നെ കാലത്ത് പുളിശ്ശേരി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഉച്ച സമയമാകുമ്പോഴേക്കും ആ പുളിയൊക്കെ തൈരിൻ്റെ പുളിയൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവും. രാത്രി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പപ്പടം നല്ല സൈഡായിട്ട് നമുക്ക് ഇതിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മുട്ട പൊരിച്ചത്. അപ്പോൾ ചേന കൊണ്ടുള്ള പുളിശ്ശേരി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: മോര്, അത് പുളിയില്ലാത്ത മോരാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ ഒരു 4-5 മണിക്കൂർ പുറത്തെടുത്ത് വെക്കുക, കുറച്ച് ചൂടുള്ള സ്ഥലത്ത്. പിന്നെ ഒരുപാട് പുളിയുള്ള മോരൊന്നും പുളിശ്ശേരിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പാടില്ല, ആ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പിന്നെ കുമ്പളങ്ങയുടെയും കായയുടെയും പുളിശ്ശേരി നമ്മൾ ഉണ്ടാക്കും, അതിൻ്റെ അത്രയ്ക്കും ടേസ്റ്റൊന്നുമില്ല ഈ ചേന പുളിശ്ശേരിക്ക്. പിന്നെന്താ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം: മുളക് പൊടി ഞാനിതിൽ ചേർക്കണേ ഇല്ല. കുരുമുളക് ഞാൻ 3-4 എണ്ണം ചേർക്കുന്നുണ്ട് തേങ്ങ അരയ്ക്കണ സമയത്ത്. അത് ഓപ്ഷണലാണ്, ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. പിന്നെ കാച്ചണ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ കൂടി മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു കളറ് കിട്ടും, ഒരു ചുമന്ന കളറ്. ആ മേലെ എണ്ണയോടൊപ്പം ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. അല്ലാണ്ട് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ പുളിശ്ശേരി ഉണ്ടാക്കുന്ന സമയത്ത്. പിന്നെ തേങ്ങ നന്നായിട്ട് അരയണം. അത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ വ്യൂവേഴ്സ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യണം. അപ്പോൾ പിന്നെ മാത്രമല്ല, എനിക്ക് കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു, എൻ്റെ ഇതുവരെ ഞാൻ ചെയ്തൊക്കെ ഉണ്ടാക്കി നോക്കിയെന്നൊക്കെ, അവർക്ക് ഇഷ്ടമായി എന്നൊക്കെ. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ. പിന്നെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.